നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടൊരു ചെറിയ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. ക്യാരറ്റ് വെച്ചിട്ട് ലഡു. അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരറ്റ്, നമ്മളൊരു 4 ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണ്. പിന്നെ കാഷ്നട്ട്, കിസ്മിസ്, അതുപോലെ കാർഡമം ഉണ്ട്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചതെന്ന് വെച്ചാൽ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കേണ്ടതാണ്. ഇത് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഗീ ആണ്. ഈ കാഷ്നട്ടും കിസ്മിസും വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗീ. ഷുഗർ, ഒരു 1/2 കപ്പ് ഷുഗർ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പാൻ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കാഷ്നട്ടും കാർഡമവും പൊടിച്ചെടുത്തത്, അതുപോലെ വറുത്ത് കോരി എടുക്കാനുള്ള കാഷ്നട്ടും കിസ്മിസും. ഇനി ചൂടായ പാനിലേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കണം. അത് വേണ്ട. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്കത് വറുത്ത് കോരി എടുക്കാനുള്ള അത്ര നെയ്യ് ഒഴിച്ചാൽ മതി. ചൂടുണ്ട്. അപ്പോൾ നമ്മളെ നെയ്യ് ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കാഷ്നട്ടും കിസ്മിസും ഇട്ട് വറുത്ത് കോരി എടുക്കാൻ പോകും. കാഷ്നട്ടും കിസ്മിസും ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നേരത്തെ വറുത്ത് കോരിയെടുത്തതിൻ്റെ ബാക്കി നെയ്യ് ഇതിലുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് ഗ്രൈൻഡ് ചെയ്ത് വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കും. ഇനി നന്നായിട്ട് നമ്മൾ തീ ഇതിലെപ്പോഴും ലോയിൽ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച കിസ്മിസും കാഷ്നട്ടും ആഡ് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നല്ല എല്ലാ സൈഡും വേവുള്ളൂ. കുറച്ച് നേരം അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം ഇനി നമ്മളതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് ഷുഗർ ഉണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പകുതിയോളം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിൽ കൂടെ ചേർത്തിട്ട് ഇളക്കാൻ പോവുകയാണ്. ഏകദേശം നമുക്ക് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടാറുമ്പോൾ നമുക്ക് കയ്യിൽ ഉരുട്ടിയെടുക്കാം. ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഉരുട്ടിയെടുത്താലേ ലഡു ആവുള്ളൂ. അപ്പോൾ കുറച്ച് തണുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുത്ത് ലഡു ആക്കി മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് ലഡു ഇത് ഞങ്ങളുടെ മിതമായ സൗകര്യം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് വീട്ടിലാണെന്ന് വെച്ചാൽ ഒന്നും കൂടി ഈസി ആയിട്ട് ഒരു 1/2 മണിക്കൂർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വൈശാഖ് ഉണ്ടാക്കിയ ലഡു ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാണ്. എങ്ങനെയുണ്ടെന്ന് പറയും. നല്ല സോഫ്റ്റ് ആട്ടോ. ഉഷാറാണ്, നല്ല സോഫ്റ്റാണ്, നല്ല മധുരമുണ്ട്. മധുരം ആവശ്യമാണെന്ന് നമുക്ക് ആഡ് ചെയ്യാം. സംഭവം അടിപൊളി. വൈശാഖ എനിക്ക് ഭാവിയുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ലഡു നമ്മുടെ റൂംമേറ്റിന് ജസ്റ്റ് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം കേൾക്കാം.
അടിപൊളി. നന്നായി സൂപ്പർ. സൂചിപ്പിക്കാൻ പറയുന്നത് വേണ്ട. സൂപ്പറായിരുന്നു. അടിപൊളി.